ഇത്രയധികം മനുഷ്യർക്ക് പല കാരണങ്ങൾ കൊണ്ട് ദുർബലരായ 62 ലക്ഷം പേർക്ക് പ്രതിമാസം ഒരു തുക കയ്യിൽ വെച്ച് കൊടുക്കുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാകും. പല കേരള മോഡലുകളിൽ ഒന്ന്. ദുർബലരെ താങ്ങാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് എന്ന നെഹ്റുവിയൻ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ തുടർച്ചയാണത്. ഭരണകൂടത്തിന് ആ മനോഭാവം രൂപപ്പെടുത്തിയതിലും തുടർന്നു പോരുന്നതിലും അത് കാലാകാലം വർദ്ധിപ്പിച്ചതിലും ഇവിടെ മാറി മാറി വന്ന സർക്കാരുകൾക്ക് ക്രെഡിറ്റ് ഉണ്ട്. ക്ഷേമ പെൻഷനുകൾ 600 രൂപയിൽ നിന്ന് ഘട്ടം ഘട്ടമായി 1600 ആക്കി ഉയർത്തിയത് LDF സർക്കാർ ചെയ്ത വലിയ കാര്യമാണ്. ഇടത് സർക്കാർ 4-5 മാസം പെൻഷൻ കുടിശ്ശിക വരുത്തിയപ്പോൾ ജനങ്ങളുടെ ഭാഗം ചേർന്ന് അത് അവരുടെ അവകാശമായി കണ്ട് UDF സമരം ചെയ്തതും ജനപക്ഷ രാഷ്ട്രീയം തന്നെ. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം സംസ്ഥാന സർക്കാരിനെ വല്ലാതെ ഞെരുക്കുന്നത് RDX കാണാതിരിക്കുന്നില്ല. പക്ഷേ കുടിശ്ശിക തീർത്ത് പെൻഷൻ കൊടുത്തതിനെ കൈക്കൂലി കൊടുക്കലായി UDF നേതാക്കൾ ശരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ RDX ഒരു തെറ്റ് കാണുന്നുണ്ട്. അങ്ങനെ അവർ വിചാരിച്ചിട്ടില്ല എന്നാണ് RDX പക്ഷേ കാണുന്നത്. അങ്ങനെ അവരാരും ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല എന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോപണങ്ങളിൽ മേലുണ്ടായ ഒരു തർക്കമാണ് ഇതെന്നും കണക്കാക്കുക. ആ തർക്കങ്ങളുടെ പിന്നാലെ ഉണ്ടാകുന്ന കൂട്ടപ്പൊരിച്ചിലിൽ വരുന്ന താൽക്കാലിക വിവാദം മാത്രമാകട്ടെ ഇതെന്ന് RDX ആശിക്കുന്നു.